ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഒരു അർജന്റ് മെസ്സേജ്, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ. ഹലോ. ഏയ് സ്വാതി, നീ ആ കല്യാണത്തിന്റെ വീഡിയോ ശ്രേയയ്ക്ക് തന്നെ അയച്ചു കൊടുത്തല്ലേ? അത് വേണ്ടായിരുന്നു. നീ എന്നെ കൊണ്ട് ദർശനേച്ചിക്ക് കൊടുക്കാനെന്നും പറഞ്ഞു തന്നിട്ട് ഞാൻ വീണയുടെ റൂമിൽ ചെന്നപ്പോഴേ അവിടെ നീ ഈ പറയുന്ന ശ്രേയ ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോയില് നിഖിലും ശ്രേയയും തമ്മിലുള്ള കല്യാണം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇപ്പം എനിക്ക് ആളെ മനസ്സിലായത്. ഇത് വെച്ച് നിഖിലും വീണയും തമ്മിലുള്ള കല്യാണം മുടക്കാനല്ലേ നീ ആവശ്യപ്പെട്ടത്? ആ വീഡിയോ ശ്രേയയ്ക്ക് അയച്ചു കൊടുത്താ അതോടെ അവളുടെ വാശി കൂടെയുള്ളൂ. ഞാൻ കണ്ടതാ അവളുടെ ഫോണിൽ വീഡിയോ മെസ്സേജ് അലർട്ട് വരുന്നത്. പിന്നെ അത് ഏത് വീഡിയോയാ? എടി സ്വാതി, നീ ഈ കളിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. ഞാനിപ്പോ കല്യാണ പെണ്ണിന്റെ മുറിയുടെ അടുത്ത് നിന്നാ വിളിക്കുന്നേ. അവള് ഹൽദിക്ക് വേണ്ടി റെഡിയാവുക. ആ വീണ ശരിക്കും കല്യാണത്തിന്റെ ത്രില്ലിലാ. അവളുടെ സന്തോഷം ഞാൻ കണ്ടതാ. നമുക്കിത് ഒഴിവാക്കിക്കൂടെ? ഏതായാലും എനിക്ക് വയ്യ ഇത് ദർശനേച്ചിയെ കാണിക്കാനായിട്ട്. വീണ ഈ വീഡിയോ കണ്ട കല്യാണം മുടങ്ങുമെന്ന് മാത്രമല്ല, അവള് ചിലപ്പോ മനസ്സ് കൈവിട്ട് എന്തെങ്കിലും ചെയ്തു കളഞ്ഞു എന്ന് തന്നെ വരും. അത്രയ്ക്ക് അവള് സന്തോഷത്തിലാ. ഈ വീഡിയോ എനിക്ക് ആരോ മനഃപൂർവ്വം അയച്ചതാ. ഏതായാലും നിഖിലേട്ടനുമായിട്ട് എന്നെ തെറ്റിക്കാനുള്ള അടവാണ്. ഇതിലൊന്നുമേ ഈ വീണയുടെ മനസ്സ് മാറ്റാന്ന് വിചാരിക്കണ്ട. അവന്റെ ബാംഗ്ലൂർ ഡേയ്സ് കുഴപ്പം പിടിച്ചതാണെന്ന് അവൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ എന്നെ അതുപോലൊരു ട്രാപ്പിൽ നിന്നല്ലേ ദർശനം എടുത്ത് രക്ഷിച്ച്. ഇല്ല, ഇത് മനഃപൂർവ്വം ഇങ്ങനൊരു വീഡിയോ വന്നേ. നിത്യ, ഞാൻ അനുഭവിച്ച ട്രാപ്പിന്റെ മറ്റൊരു വേർഷനാ ഇത്. അതൊരു അരുണാണെങ്കിൽ ഇതൊരു നിഖിൽ. ഒരു പെണ്ണിനെ താലി കെട്ടിയിട്ട് മറ്റൊരു പെണ്ണിനെ, അത് നമ്മുടെ വീണയെ ആ ചതിക്ക് വിട്ടുകൊടുക്കണോ? എങ്കിൽ പിന്നെ ആ വീഡിയോ നിനക്ക് ദർശനേച്ചിക്ക് ഡയറക്റ്റ് അയച്ചു കൊടുത്തൂടെ? അപ്പൊ കല്യാണം നമ്മൾ കലക്കിന്നാവില്ലേ? നീ ദർശനടുത്തേക്ക് വീഡിയോ അല്ല, ആ ഫോൺ തന്നെ അങ്ങ് കൊടുത്തിട്ട് കാര്യം പറഞ്ഞാൽ മതി. മനസ്സിലായോ? ആ ശരിയെന്ന്, ഞാൻ പിന്നെ വിളിക്കാം. ഒരു ഫ്രണ്ട് അയച്ചെന്ന വിഷ്വൽ ക്ലിപ്പാ. ഓരോരുത്തർ ഇറങ്ങിയിരിക്കാം അവസാന നിമിഷം കല്യാണം മുടക്കാൻ. എന്താ ഇവിടെ നിൽക്കുന്നേ? അങ്ങോട്ട് പോ. എന്നാ നമുക്ക് കഴിച്ചിട്ട് വരാം. ഇത് വീണയുടെ ഫ്രണ്ടാ നിത്യ. ഹായ്. ഇത് രൂപേഷേട്ടന്റെ ഭാര്യ ദർശന. എനിക്കറിയാം, വീണയുടെ ഫ്രണ്ടല്ലേ. സ്വാതി വന്നില്ലേ? ഇല്ല. അപ്പൊ ഇതാണ് ദർശനേച്ചി. ഇപ്പൊ വീഡിയോ കൊടുത്താ ശ്രേയ കാണും. അത് വേണ്ട. നിങ്ങളിവിടെ ഇങ്ങനെ നിന്നാലോ? ഫുഡ് കഴിക്കണ്ടേ?
എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. വേഗം ചെല്ല്, ഹൽദിയുടെ സമയായി. മോളെ നീ ഇങ്ങോട്ട് ചെല്ല്. വാ